സങ്കീർത്തനം 147:3 ഇങ്ങനെ പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട്. ശാരീരികമായ സൗഖ്യമുണ്ട്, മാനസികമായ സൗഖ്യമുണ്ട്. മനസ്സിലുണ്ടാകുന്ന വേദനകൾ, ഭാരങ്ങൾ, നിരാശകൾ, പ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ ഇതൊക്കെയും തീർച്ചയായിട്ടും കർത്താവ് സൗഖ്യമാക്കും. അവന്റെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അതെ, ഹൃദയത്തിലുണ്ടാകുന്ന വാക്കുകൾ, മറ്റുള്ളവരുടെ വാക്കുകൾ നിമിത്തം, ജീവിതത്തിലുണ്ടാകുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ നിമിത്തം മനസ്സിന്, ഹൃദയത്തിന് മുറിവുകൾ ഉണ്ടാകുമ്പോൾ ആ മുറിവുകളെ ദൈവം കെട്ടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പീൻ, പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയം കലങ്ങിയിരിക്കുമ്പോൾ, പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ നാം മനസ്സ് വയ്ക്കുക. ദൈവശബ്ദത്തിന് മാത്രമേ നമ്മെ ആശ്വസിപ്പിക്കുവാനും സമാധാനിപ്പിക്കുവാനും കഴിയുകയുള്ളൂ. സങ്കീർത്തനം 4:7 ഇങ്ങനെ പറയുന്നു, അധിക സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം പകർന്നു തരും. റോമാലേഖനം 5:5 ഇങ്ങനെ പറയുന്നു, ദൈവം തന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവം നമ്മുടെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ പകരും. ദൈവം തന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകർന്നു തരും. ഇരമ്യാവ് 31:33 ഇങ്ങനെ പറയുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയത്തിൽ എഴുതും. ദൈവം നമ്മുടെ ഹൃദയത്തെ എത്രമാത്രമാണ് കരുതുന്നത്, കാണുന്നത്, പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വാഴട്ടെ. യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വാഴട്ടെ. God bless you. ആമേൻ, ആമേൻ.